ചേട്ടാ ഇത് നമ്മൾ ഓർഡർ ചെയ്ത നെക്ലേസ് വന്നിട്ടുണ്ടേ. ഓ ആയാ? ഓ നല്ല ഫിനിഷിങ് വന്നിട്ടില്ലേ? ഫിനിഷിങ് നല്ല കാഴ്ച ഉണ്ടല്ലോ അല്ലേ? നമ്മളെ ലൈറ്റ് വെയിറ്റ് ഇപ്പൊ കറക്റ്റ് ലൈറ്റ് വെയിറ്റ് ആയേട്ടാ. സാധാ ലൈറ്റ് വെയിറ്റിനെക്കാട്ടി കുറച്ചുകൂടി കാഴ്ച കൂടിയല്ലേ. എടാ ഇത് വെള്ളം ഉണ്ടല്ലോ, ഇത് കഴുകിയിട്ട് ഹീറ്റാക്കില്ല. ആരാ ഹീറ്റാക്കിയേ? ഞാൻ തന്നെ. ഇങ്ങനെ ഹീറ്റ് ഒക്കെ ശരിയാ. ഇത്രയും കാലം ഇതൊന്നും പഠിച്ചില്ല. നല്ല ഇവിടെ നമ്മളെ രാഹുൽ എടുത്ത് ഓനായിരുന്നല്ലോ ബെസ്റ്റ്. ആ വരുന്നുണ്ടല്ലോ രാഹുലേ, ഒന്ന് വന്നേ. രാഹുലേ ഇതൊന്ന് ഹീറ്റ് ആക്കണ. ഇവൻ ഹീറ്റ് ആക്കിയിട്ട് ശരിയാക്കിയില്ല. നീ എന്നാ നോക്കിക്കുന്നത് പോയട്ടെ. ഒരു പണി നേരം അറിയില്ല, സീനിയർ സ്റ്റാഫ് പോലും. രാഹുലേ നല്ല വൃത്തിക്കൊന്ന് നീറ്റ് ആക്കിയടാ. ഇത് ഹീറ്റ് ആക്കിയിട്ട് ഒരു സുഖമില്ല. ഞാൻ പോയട്ടെ. ആ ശരി പോയോട്ടെ. ബൈജോട്ടാ രാഹുൽ വന്നിട്ട് ഒരു മാസല്ലേ ആയുള്ളൂ. അവന് കറക്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ അറിയാം. ചാലിനി രാഹുൽ ടോപ്പ് ആട്ടാ. അപ്പൊ വന്നപ്പോ മുതൽ നല്ല പെർഫോമൻസ് അല്ലേ. ഈ ഷെബീറിനെ പോലെ വന്നിട്ട് എത്ര കാലായി. ഇപ്പൊ നേരം ഹീറ്റ് ആക്കാൻ വരാറിയില്ല. നിൽക്കുന്നത് നിൽപ്പോക്കിയാട്ടെ. ഓൻ എന്ത് ചെയ്യുമ്പോണ്ടല്ല നല്ല വൃത്തിക്ക് ചെയ്തോളൂ. ആ രാഹുൽ നല്ലത് തന്നെയാന്ന് വെച്ചേട്ടാ, നമ്മൾ കാണുന്ന തന്നെയല്ലേ. ബൈജോട്ടാ ചൂടാക്കി ഇത്ര പോരെ? എടാ നീ ഇതൊന്നും ആക്കിയേ? ബൈജോട്ടാ ചൂടാക്കുമ്പോൾ കുറച്ച് അധികമായിപ്പോയി. ഈ സൈഡ് അങ്ങ് പൊട്ടിപ്പോയി. എടാ നിന്നോട് ഹീറ്റ് ആക്കാനല്ലോ പറഞ്ഞ രാഹുലേ, ഇതൊന്നും ആക്കിയില്ല നീ? ബൈജോട്ടാ ഇത് ചൂടാക്കാനല്ലേ ബൈജോട്ടൻ പറഞ്ഞേ. ഞാൻ അതിന്റെ ചേർലം കളയാൻ വേണ്ടിട്ട് കുറച്ച് നല്ലോണം ചൂടാക്കി പോയി. എടാ ഇതിനകത്ത് വെള്ളം കളയാനൊക്കെ പറഞ്ഞേ. ഇത് പുതിയ സാധനം, കസ്റ്റമർ കൊടുക്കേണ്ട സാധനല്ലേ. ഇതിനെ എന്താ ചെയ്യാ? ബൈജോട്ട ഹീറ്റാക്കാനല്ലേ പറഞ്ഞേ, ഞാനതുകൊണ്ട് ഹീറ്റാക്കി. അവിടെ ഞാൻ ഹീറ്ററിനെ കൊണ്ട് ഹീറ്റാക്കാനാ പറഞ്ഞേ, ഗ്യാസിനെ കൊണ്ട് കത്തിച്ച് കരിക്കാനാ പറഞ്ഞേ. ബൈജോട്ട സാധാരണ ഹീറ്റാക്കാൻ പറഞ്ഞാല് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യല്. ഇന്നലെയും കൂടി ഇങ്ങനെ തന്നെ ഹീറ്റാക്കിന്. എടാ ഹീറ്റാക്കല് അത് പഴയ എക്സ്ചേഞ്ച് ചെയ്യാൻ വന്ന സാധനല്ലേ ഹീറ്റാക്കുന്ന തന്നെ. അതിൽ ചേറുണ്ടോ? എടാ പുതിയ പളുങ്ക് പോലത്തെ ഇപ്പം വന്ന ഫിനിഷായ സാധനമായത്. എന്തെന്നാ നീ ആക്കിയന്? ഷബീറ ഇങ്ങ് വാ നീ. എടാ ഷബീർ ഇവനാക്കി ഹീറ്റാക്കാൻ പറഞ്ഞിട്ട് ആക്കിയ. എടാ എന്നാ ചെയ്യാ, ഇന്ന് കൊടുക്കണ്ടല്ലേ, കല്യാണല്ലേ. ബൈജോട്ടെ ഹീറ്റ് ആക്കാനല്ല പറഞ്ഞേ. ഓൻ ഹീറ്റ് ആക്കി. സാധാരണ അങ്ങനെയല്ലോ ഓൻ ഹീറ്റ് ആക്കല്. ഓൻ പുതിയ ആളല്ലേ, ബൈജോട്ടനല്ലേ നിനക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം ബൈജോട്ടന് സീനിയേഴ്സിന്റെ വിലയില്ലല്ലോ. ഷബീറെ നീ എന്ത് ഭർത്താനം പറയുന്നത്? ഇവൻ ഈ ആന മണ്ടത്തരം കാണിച്ച് നീ ഓനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട? ഓനെന്ത് മണ്ടത്തരം കാണിച്ച് ബൈജോട്ടനല്ലേ. ഓന് നമ്മളെ പോലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പുതിയ വന്നതല്ലേ. ഓൻ പഠിച്ചത് ഓൻ ചെയ്ത്. ബൈജോട്ടനല്ലേ നിനക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എടാ ഷബീർ നീ എന്നെ കുറ്റപ്പെടുത്തോന്ന്? ബൈജോട്ടന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. ശാലിനി എടാ ഞാൻ ഹീറ്റാക്കാം. നീ ഇവിടെ ഉണ്ടായില്ല, നീ കേൾക്കുന്നില്ലേ? ഞാനത് തെറ്റ്. ഞാൻ അന്നേരം ബൈജോട്ടനോട് ചോദിച്ചിട്ടില്ലേ ഓൻ ചെയ്താൽ ശരിയാവുമെന്ന്? എന്നല്ലേ ബൈജോട്ടനല്ലേ പറഞ്ഞേ ഓൻ ടോപ്പാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്നല്ലോ. ശാലിനി ഓ ഇതുവരെയല്ലോ ഓക്കെ അല്ലേ. ഇപ്പൊ എന്ത് എടി എന്റെ പദ്ധതി തെറ്റുണ്ടാ? ഓനല്ലേ തെറ്റാരെ? ഷബീർ വരുന്നത് ഞാനാ തെറ്റ് ചെയ്ത്. ബൈജോട്ടാ ഷബീർ പറഞ്ഞത് തന്നെ ഞാനും പറയുന്നത്. ബൈജോട്ടൻ്റെ തന്നെ തെറ്റ്. ബൈജോട്ടാ അനക്കും അതന്നെ പറയാനുണ്ട്. ബൈജോന്റെ ഭാഗത്ത് ഫുള്ള് തെറ്റ്. എടാ വേറെ ആര് പറഞ്ഞാലും നീ ഇത് പറയാൻ പാടില്ലട്ടാ. ബൈജോട്ടാ നിങ്ങൾ ഹീറ്റാക്കാൻ പറഞ്ഞു, ഞാൻ ഹീറ്റാക്കി. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് അതേപടി ഞാൻ ചെയ്തിട്ടുണ്ട് ബൈജോട്ടാ. ഇതിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്. ബൈജോട്ടെ ഇതിൽ പൂർണ്ണമായും രാഹുലിന്റെ ഭാഗത്താണ് ശരിയുള്ളത്. 100% ബൈജോട്ടനാണ് തെറ്റ്. ശരിയാ ബൈജോട്ടാ, 100% ബൈജോട്ടൻ്റെ ഭാഗത്ത് തെറ്റ്. രാഹുൽ പെർഫെക്റ്റ് ആണെന്ന് ബൈജോട്ടൻ തന്നെയല്ലേ പറയല്. അവൻ പെർഫെക്റ്റ് ആയിട്ട് അവൻ്റെ പണിയെടുത്തു. ഇതാന്നാ ശാലിനി പെർഫെക്റ്റ്? തെറ്റെൻ്റെ ഭാഗത്ത് തന്നെ. അതെല്ലാം പോട്ട് എന്നാ ചെയ്യാ? നീ എന്നാ പറ, ഇതെന്നാ ചെയ്യാ? ഇപ്പൊ കസ്റ്റമർക്ക് നാളെ കല്യാണമല്ലേ, എങ്ങനെ കൊടുക്കുക? പെർഫെക്റ്റ് മേ ഒന്ന് പറഞ്ഞു തരുമോ? പണിക്കാരൻ്റെ അച്ഛൻ ചത്തുപോയിന്ന് പറഞ്ഞ പോലെ ബൈജോട്ടാ. അവർ വേറെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണം മേടിച്ചോട്ട് കല്യാണം നടക്കുമല്ലോ. പണിക്കാരൻ്റെ അച്ഛൻ ചത്തുപോയിന്നാ ഷബീറ? വേറെന്താ ചെയ്യാ? ഈ കരുന്ന സാധനം കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയോ? ഇതാണ് പെർഫെക്റ്റ് ഐഡിയ. അങ്ങനെ വേണ്ട ഷബീറ. എടാ ഒരു കാര്യം ചെന്നാല് കളവ് പറയണ്ട. പണിക്കാരൻ്റെ അച്ഛൻ മരിച്ച കളവൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യണം, ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ പറയാം. ചൂടാക്കുമ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോയി മിസ്റ്റേക്കായി നിങ്ങൾ വേറെ ജ്വല്ലറിയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന പോലെ വെറുതെ നമ്മളെ കസ്റ്റമറോട് കളവ് പറയണ്ടല്ല. നമ്മളെ ഭാഗത്തുള്ള അബദ്ധം നമ്മൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവല്ല. നീ അവരുടെ നമ്പർ കൊണ്ടേ ഞാൻ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞോളൂ. അവർ വേറെ ഇടുന്നെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ കച്ചവടം പോലും കുഴപ്പമില്ല. കള്ളത്തരം മറ്റുള്ള കച്ചവടം നമുക്ക് ഏതായാലും വേണ്ടല്ല. പിന്നെ രാഹുലേ എനിക്ക് ഒരബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു തരുമ്പോൾ കൃത്യമായിട്ട് പറയാത്തതുകൊണ്ടല്ലേ. ഇനി എന്തായാലും ഒരു കാര്യം നീ ചെയ്യുമ്പോണ്ടല്ല, നിന്റെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. എന്തായാലും അവരത്ര അറിവും കാര്യവും നിനക്കില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതി ചേട്ടാ. ഓക്കെ.
നിങ്ങൾ പറയുന്ന എന്ത് കാര്യം അതേപോലെ ചെയ്യും. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ തന്നെ ആയിരിക്കും. ശരി രാഹുലെ, പക്ഷെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആവണ്ട, അതേപോലെ ചെയ്യണ്ട, കുറച്ചൊന്ന് ശ്രദ്ധിച്ചും കണ്ടല്ലോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ബൈജോട്ടാ.